പുളുങ്കുന്നിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കഴിവട്ട പഞ്ചായത്ത് മെമ്പർമാരെ, കഴിവട്ട ബ്ലോക്ക് മെമ്പർമാർ, കഴിവട്ട കുട്ടനാടൻ എം എൽ എ തോമസ് നിങ്ങൾക്കൊന്ന് ഓർത്ത് നോക്കിയേ. ഒരു വർഷം മുമ്പേ കുട്ടനാട്ടിലെ മധ്യപ്രദേശമായ പുളുങ്കുന്നിലെ സിവിൽ സപ്ലൈസിൻ്റെ സപ്ലൈകോ മാവേലി സ്റ്റോർ അത് സൂപ്പർ സ്റ്റോർ ആക്കി ഉയർത്തണമെന്ന് കൊടുത്ത പരാതിയാണ്. ഇപ്പോൾ മാവേലി സ്റ്റോറിനുള്ള കെട്ടിടമില്ല. മാവേലി സ്റ്റോർ ഇപ്പം നിർത്തലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വളരെ കഷ്ടമുണ്ട്. ഒരു ചെറിയ കെട്ടിടം അവിടെ എൻജിഒ കോളേജിന് മുമ്പിൽ റെഡിയായിട്ടുണ്ട്. അതുകൂടി ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ കൂടി കഴിവില്ലാത്ത പഞ്ചായത്ത് മെമ്പർമാരാണ് ഈ പുളുങ്കുന്ന് പഞ്ചായത്തിലുള്ളത്. ഇതൊന്നും അറിഞ്ഞിട്ടും അറിയാതെ എം എൽ എ ഇങ്ങനെ മണ്ഡലം വോട്ടറായിട്ട് വിവരമില്ലാതായിരിക്കുന്നു. എം എൽ എ പ്രതിനിധിയുണ്ട്, ഈ നെല്ലുവേലി ആ പുളുങ്കുന്ന പള്ളി കഴിക്കാനായിട്ടുണ്ട്. പുള്ളി ഇതൊന്നും കേട്ടിട്ടില്ല. നാണമില്ലേ ഈ നെല്ലുവേലി എന്നുള്ള എടുത്താൽ അവിടെ ഇരിക്കാൻ. ഇപ്പോൾ എം എൽ എ പോട്ടെ, നമ്മൾ എം എൽ എ പുതിയ എം എൽ എ ആണ്, അദ്ദേഹം പുതിയ എം എൽ എ ആണ്, അതുകൊണ്ട് ഇതൊന്നും ചെയ്ത് പ്രവൃത്തിയൊന്നുമില്ല, ഇതിനൊന്നും കാര്യപ്പത്തില്ല. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട NCP പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇപ്പം പുളുങ്കുന്ന് പള്ളി കഴിക്കാനിരിക്കുകയാണ് നെല്ലുവേലി ഒരുത്തൻ ജിജോ നെല്ലുവേലി. അവനെന്തെങ്കിലും സാമാന്യ ബോധം വേണ്ട. അവൻ ഈ പാർട്ടിയുടെ നിയോജക പ്രസിഡന്റായിട്ട് അവൻ എന്തെങ്കിലും 10 പേരുടെ പിന്തുണ അവനുണ്ടോ? നാണമില്ലേ? വളരെ അവസ്ഥയല്ലേ, വളരെ ദയനീയമല്ലേ കുട്ടനാടിൻ്റെയും പുളുങ്കുന്നിൻ്റെ അവസ്ഥ. പിന്നെ രണ്ടാമത്തെ കാര്യം, പട്ടിശല്യം. പുളുങ്കുന്നിൽ 9 പേരാണ് പട്ടികടിയേറ്റ് മരിച്ചത്. പട്ടികടിയേറ്റ് ചികിത്സയായത് പേപ്പട്ടികടിയേറ്റ്. 1.5 വർഷം മുമ്പേ ഞാൻ ഇംഗ്ലീഷിൽ ഡ്രാഫ്റ്റ് ചെയ്ത് അത് പരാതി കൊടുത്തു. ഇപ്പോഴും ഒരു 3-4 മാസം മുമ്പ് ഞാൻ പറഞ്ഞു അത് സുപ്രീം കോടതി കക്ഷി ചേർക്കണം. അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കവും ക്യാൻസർ വ്യാപനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഹൈക്കോടതിയിൽ കക്ഷി ചെയ്യണം. ഹൈക്കോടതിയിലും അതിൻ്റെ പൊതു താൽപ്പര്യം ഫയൽ ചെയ്യണം. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പുളുങ്കുന്ന് പഞ്ചായത്ത് ഭരണസമിതികൾക്കും ഇതൊന്നും താല്പര്യമില്ല. അവർക്ക് അവരുടേതായ ചെറിയ താല്പര്യങ്ങളിൽ പഞ്ചായത്ത് ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുക, സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ എന്തെങ്കിലും വഴിയോ എന്തെങ്കിലും ഫണ്ട് കൊണ്ടുവന്നേക്കുന്നത് അവർക്ക് സ്വപ്നത്തിൽ കാണാൻ കൂടി അവർക്ക് വിചാരിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ തവണ ഇത് CBL വള്ളംകളി പുളുങ്കുന്ന് നടത്തിയില്ല. നമുക്ക് നല്ല രീതിയിൽ എൻ്റെ പിതാവ് ഉൾപ്പെടെ ബുറോണോ സേവർ വാച്ചാവൺ ഉൾപ്പെടെ അവരെല്ലാം കൂടി രൂപീകരിച്ചാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി. പുളുങ്കുന്നിൻ്റെ ഒരു ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്നു രാജീവ് ഗാന്ധി ട്രോഫി. ഇപ്പോൾ എങ്ങനെയായി? അത് കുളവാക്കി. ഇപ്പോൾ കഴിഞ്ഞ വർഷം CBL വള്ളംകളി പുളുങ്കുന്നിൽ നടന്നില്ല. അപ്പോൾ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയുള്ള കാര്യപ്രാപ്തി ഇല്ലാത്ത പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടെയുള്ള ഭരണസമിതിയും അത് കോൺഗ്രസ് ആയെന്ന് എനിക്ക് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. ഇവർക്കൊക്കെ നാണമില്ലേ എന്നെനിക്ക് പറയുകയാണ്. ഇപ്പം മാവേലി സ്റ്റോർ പൂട്ടിപ്പോയി, ഇനി അടുത്തത് പട്ടി. നിങ്ങൾക്ക് നാണമാണ്. നിങ്ങളിപ്പോൾ ഈ 5 വർഷം നിങ്ങൾ ശമ്പളം മേടിച്ചില്ലേ? ആ ശമ്പളം മേടിച്ച കാശെങ്കിലും ആ പട്ടിയുടെ ഏറ്റവും കൊടുക്കാൻ പറ്റിയുള്ള മാനദണ്ഡം എടുക്കണം. ഹൈമാസിലായിട്ട് നിങ്ങൾ 10 ലക്ഷം രൂപ മേടിച്ച് നിങ്ങൾ പുളുങ്കുന്ന് റോഡുമൊക്കെ മേടിച്ചു, ഇതിനെ കത്തുന്നുണ്ടോ? അപ്പോൾ എല്ലാ രീതിയിലും പൂർണ്ണമായി എനിക്ക് പറയുന്നതിന് യാതൊരു കോൺഗ്രസ് കുടുംബാംഗമാണ്, എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയില്ല. പൂർണ്ണ പരാജയമാണ് ഈ പുളുങ്കുന്നിലെ കോൺഗ്രസ് ഭരണസമിതി. അതോടൊപ്പം തന്നെ MLA കുട്ടനാട് MLA തോമസും പൂർണ്ണ പരാജയമാണ്. താലൂക്ക് ആശുപത്രിക്കാർ ഓർത്ത് നോക്കി, പുളുങ്കുന്നിലെ സ്ഥിരാ കേന്ദ്രമായ പുളുങ്കുന്നിലെ താലൂക്ക് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ഇതുവരെ ആ 150 കോടി അനുവദിച്ച നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കാവാലം പാലം കോട്ടയത്തെയും ആലപ്പുഴയും ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക ഘടകമാണ് കാവാലം പാലം. ഇതുവരെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. അപ്പം 100% പറയാം, നിങ്ങൾക്കൊക്കെ മാന്യത ഉണ്ടെങ്കിൽ ഇതുവരെ സർക്കാരിൽ നിന്ന് മേടിച്ച് ആനുകൂല്യം മേടിച്ച് അത് തിരിച്ചു കൊടുത്തിട്ട് രാജിവെക്കാൻ വേണ്ടിയുള്ള മാന്യത കാണിക്കണമെന്ന് ഞാൻ പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നു. അത് നിങ്ങൾക്ക് മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് അത് നിർവഹിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.